ഹലോ നമസ്കാരം. സാൻഡി അൽബാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വയണ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ റവയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് നെയ്യും. അപ്പോൾ നെയ്യും നമ്മൾ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ 1 കിലോ റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമനുസരിച്ച് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1 കിലോ റവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കറുത്ത് പോകരുത് കേട്ടോ, പ്രത്യേകം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഇവിടെ വരണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ റവ നന്നായിട്ട് വറ ആക്കി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞ് എല്ലാവരും പല രീതിയിലൊക്കെ വയണയപ്പം ഉണ്ടാക്കും. പക്ഷേ ഇത് നമ്മുടെ പ്രത്യേക ഒരു രീതിയിലാണ്, ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ റവ ഏകദേശം കൂടെ വഴന്നു കഴിഞ്ഞു. പിന്നെ നമ്മളടുത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു. വെള്ളം വെച്ച് കൊടുത്ത് എന്തിനെന്ന് വെച്ചാൽ ഇത് കുറച്ച് നമുക്ക് കുഴയ്ക്കുന്നതിന് വേണ്ടിയാണ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇതേ നമ്മുടെ റവ ഇവിടെ റെഡിയായി. പിന്നെ കുറച്ച് ഇത്രയും സാധനങ്ങൾ: വെള്ളം, നമ്മുടെ പഴം, നെയ്യ്, തേങ്ങ, പിന്നെ ഏലക്ക, ഇച്ചിരി ഉപ്പ്, പിന്നെ പഞ്ചസാര. അപ്പോൾ ശർക്കര വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ ഈ പാൽപ്പൊടിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേക രീതിയാണ് ഈ വയണയപ്പത്തിന്. ഇത് തുറക്കുമ്പോൾ തന്നെ എൻ്റെ സാറേ ഒരു പ്രത്യേക മണം ഇതിങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുകയും വേണം. അപ്പോൾ വെള്ളം വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കുറച്ച് ഏലക്ക എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. വല്ലവനും പുല്ല് ആയതൊന്നുപോലെ ഒരു കല്ലും എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ച് അതിനകത്ത് നല്ല ഇടിച്ച് വരത്തി ആ മാവിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പൊടി അതങ്ങോട്ട് പൊട്ടിച്ച് നന്നായിട്ട് അങ്ങോട്ട് വിതറി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. എന്നാൽ പിന്നെ ഒരു പാത്രത്തിനകത്ത് മറ്റേ ചട്ടവും എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. പിന്നെയാണ് അടുത്ത നമ്മുടെ പരിപാടി. നമ്മുടെ നെയ്യ് അങ്ങോട്ട് എടുത്ത് കുറച്ച് കൂടുതൽ നെയ്യ് അങ്ങോട്ട് ചേർക്കണം. ആദ്യമേ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തുള്ളൂ, പിന്നെ കുറച്ച് കൂടുതൽ നെയ്യ് അങ്ങോട്ട്. എന്തോ ഒരു മണമാണെന്നറിയാമോ അന്നേരം. അപ്പോൾ കുറച്ച് ഉപ്പ്, അതായത് എല്ലാം നമ്മൾ മധുരവും പഞ്ചസാരയും എല്ലാം കൂടെ ചേർക്കുന്നതല്ലേ, മധുരവും പഞ്ചസാരയൊക്കെ കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് ഒരു ബാലൻസിനൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇടുന്നു. വേണമെങ്കിൽ ഉപയോഗിക്കുക, ഇല്ല. അപ്പോൾ പിന്നെ അതും അങ്ങോട്ട് കുഴച്ചടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ തേങ്ങയുടെ വരവായി. തേങ്ങ അങ്ങോട്ട് നന്നായിട്ടൊരു കൈ വെച്ചിട്ട് അങ്ങോട്ട് തിരുമി അങ്ങോട്ട് നല്ലോണം അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കയറി വാച്ച് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്കിങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ പഴത്തിൻ്റെ വരവായി. പഴവും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കുക. എനിക്കിപ്പോൾ കിട്ടിയത് ഈ പച്ചപ്പഴമാണ്. അപ്പോൾ റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനങ്ങോട്ട് കുഴച്ച് അതിനകത്തോട്ട് ആ മാവിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ മധുരം ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചാണ്. ഇത് വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ പഴത്തിന് വലിയ മധുരമില്ല. നമ്മുടെ പഞ്ചസാരയും ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഈ രണ്ട് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇത് മിക്സായി വരും കേട്ടോ. പിന്നെ റവ ആയതുകൊണ്ട് ഇതൊന്ന് മുറുകി പോകാനും, അതായത് കട്ടിയാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ പേടിച്ച രീതിയിലൊക്കെ വെള്ളം അടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് പറക്കി അങ്ങോട്ട് ഒരു നമ്മുടെ ചപ്പാത്തി പരുവത്തിനൊക്കെ അങ്ങോട്ട് ആക്കി വയ്ക്കുക. ഇപ്പോൾ ഈ ചപ്പാത്തി പരുവം വേറെ രീതിയിലാവും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എടുക്കുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം കുഴച്ച് തട്ടി മറഞ്ഞൊക്കെ അവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം അവിടെ കൂക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ താരം വന്നിരിക്കുന്നു ആ വയണയിൽ. അതിനെ കഴുകി തന്നെ വേണം. അതിനകത്ത് വല്ലതുമൊക്കെ കയറിയിരുന്നാലും നമുക്കത് ഇനിയാണ് ഇതിൻ്റെ കലാപരിപാടി. അറിയാമല്ലോ, കുമ്പിൾ കോട്ടാണെന്ന് ഇനി പ്രത്യേകിച്ച് ആരെയും പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. വാരിയിട്ട് ഈർക്കിലും എടുത്തിട്ട് നന്നായിട്ട് കുമ്പിൾ കോട്ടി അങ്ങോട്ടൊക്കെ നിരത്തി പറക്കിയൊക്കെ ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് വയണയപ്പം. ആവി കയറ്റി ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ 4 മണിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഓടി വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പുമാവോ അല്ലാത്ത രീതികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുമല്ലോ. ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് നെയ്യുടെ മണം കൊണ്ട് ചുമ്മാ അങ്ങ് തിന്നോളും. അപ്പം നമ്മുടെ ഇതെല്ലാം കോട്ടി പറക്കി അവിടെ വെച്ച് പിന്നെ നമ്മുടെ മാവിൻ്റെ വരവായി. മാവിനെ എടുത്തിട്ട് അതിനകത്തോട്ട് അങ്ങ് നിറയ്ക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പം പരിപാടി പെട്ടെന്ന് കഴിയില്ല. പിന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ മാറ്റിയിട്ട്, കാരണം ഇതെല്ലാം കൂടെ കോട്ടി പറക്കി അത് ഈ കൊച്ചു പാത്രത്തിൽ തികയില്ല. അതുകൊണ്ട് വലിയ പാത്രത്തിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവസാനം വന്നൊരു കുമ്പിളിനെ എടുത്തത് ഇങ്ങനെ പറക്കി അങ്ങോട്ട് ഒരു ബോൾ പോലെ ഒരു പിടി പോലെയൊക്കെ ആക്കി അതിനകത്ത് നിറച്ച് പറിക്കുമ്പോൾ നമ്മുടെ കുമ്പിളപ്പം റെഡിയായി. അപ്പോൾ ഇതിനിപ്പോൾ ആവി കയറ്റണമെന്നുള്ളത് ഉണ്ട്. അത് നിങ്ങൾ മറന്നൊരു ഇത് കുമ്പിളപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കഴിക്കരുത്. എന്നെ നിങ്ങൾ കുറ്റമൊന്നും പറയരുത്. അവസാനം വാരി വന്നതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇതിലാക്കി തട്ടിക്കൂട്ടി എടുത്തപ്പോൾ നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ എല്ലാ കുമ്പിൾ റെഡിയായി. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് ഇനി കാണിക്കുമ്പോൾ ഭംഗിയൊക്കെ ഒരു മെനയൊക്കെ വേണ്ടേ. അങ്ങനെ മെനയും ഭംഗിയിലൊക്കെ കാണിച്ചതിന് ശേഷം നമ്മുടെ ആവി കയറി കൂക്കു വിളിച്ച് ആ പാത്രത്തിലോട്ട്
കൂട്ട് നമ്മളിത് അടപ്പെടുത്തതിന് ശേഷം നല്ല ആവി വരുന്നുണ്ട്. അതിനെല്ലാം കൂടെ നമ്മളിത് വാരി പറക്കി കൂട്ടി അതിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കുമ്പോൾ നമ്മുടെ റവ കുമ്പിളപ്പം അല്ലെങ്കിൽ റവ പാൽപ്പൊടി കുമ്പിളപ്പം നമ്മളിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാകുന്ന വളരെ ടേസ്റ്റാണ്, മണമാണ്. ഇതിങ്ങനെ പെട്ടെന്നങ്ങ് അതിൻ്റെ മണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊരു മണമാണ് കേട്ടോ. ഞാൻ തമാശ പറയുന്നതല്ല. അപ്പോൾ ഇതേ സിമ്പിളൊക്കെ കാണിച്ച് ലൈക്കൊക്കെ കൊടുത്തതിന് ശേഷം പൊട്ടിക്കുന്ന സാറേ, എൻ്റെ പൊന്ന് സാറേ, ഈ ലോകം എമ്പാടും ഒരു മണം. ഈ അയൽവക്കങ്ങളൊക്കെ ആൾക്കാർ ഓടി വരും ഇതിൻ്റെ മണം കൊണ്ട്. കാരണം പ്രത്യേകിച്ച് വയണയില, പിന്നെ നമ്മുടെ നെയ്യുടെയും പാൽപ്പൊടിയുടെ ഒരു പ്രത്യേക മണം, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.